ഗുരുവായൂർ ക്ഷേത്രനടയിൽ ജസ്ന സലീം എന്ന് പറയുന്ന ഒരു മുസ്ലിം യുവതിയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അനേകം വിവാദ വിഷയങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. ഈ ജസ്ന സലീം ഗുരുവായൂർ ക്ഷേത്രനടയിൽ അവരുടെ ഒരു വീഡിയോയിൽ കമന്റ് ഇട്ട സ്ത്രീയെ നേരിട്ട് കണ്ടു, അവരെ അവിടെ വെച്ച് ചോദ്യം ചെയ്യുന്ന അടക്കമുള്ള ഒരുപാട് വീഡിയോകൾ വൈറലായിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഒരു കേക്ക് മുറിച്ച ഒരു സംഭവം, ജസ്ന സലീം ഗുരുവായൂർ ക്ഷേത്രനടയിൽ ഒരു കേക്ക് മുറിക്കുകയും ആ കേക്കിൽ മുട്ട ചേർത്തിട്ടുണ്ട് എന്നുള്ള ഒരു വിവാദമൊക്കെ നടക്കുന്നുണ്ട്. അപ്പോ ക്ഷേത്രനടയിൽ ഇതുപോലെ വന്ന് ചെയ്യാൻ പാടുണ്ടോ ഒരു വ്യക്തി എന്നുള്ളത് പരിശോധിക്കുമ്പോൾ അങ്ങനെ ഒരു ആവശ്യമില്ല. ഏത് വ്യക്തിക്ക് വേണമെങ്കിലും പുറത്തു നിന്ന് ഭഗവാനെ തൊഴുന്നതിൽ പ്രത്യേകിച്ച് ഇവിടെ ആരും തടസ്സമൊന്നും പറയുന്നില്ല. ഗുരുവായൂർ ക്ഷേത്രത്തിന്റെ അകത്ത് അന്യമതസ്ഥർക്ക് പ്രവേശനമില്ല എന്നുള്ളത് അവിടെ എഴുതി തന്നെ വെച്ചിട്ടുണ്ട്. പക്ഷെ എന്നാലും ചില ആളുകൾക്ക് ഭക്തി ഉണ്ടാകും. പക്ഷെ ഭക്തിയുടെ പേരിൽ അവിടെ വന്ന് എന്തും കാണിക്കാം എന്നുള്ള ഒരു വിചാരം, അത് ആർക്കാണെങ്കിലും അങ്ങനെ ഒരു ചിന്താഗതി ഉണ്ടാകാൻ പാടില്ല. അങ്ങനെയുള്ള ചിന്താഗതി ഉണ്ടാകുമ്പോഴാണ് യഥാർത്ഥത്തിൽ പൊതുസമൂഹത്തിന്റെ ഇടയിൽ നിന്ന് വ്യാപകമായിട്ടുള്ള പ്രതിഷേധം ഉണ്ടാകുന്നത്. ആ പ്രതിഷേധം ഉണ്ടാവുകയും ആ പ്രതിഷേധം ചർച്ചയാവുകയും ആ ചർച്ചയെ തുടർന്ന് ഇത് തന്നെ വ്യക്തിഹത്യ ചെയ്യാനുള്ള ഒരു കാര്യമായിട്ട് മാറ്റുകയാണെന്നുള്ള അടക്കമുള്ള ആരോപണങ്ങൾ പറഞ്ഞു വന്നിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. ഇപ്പോ ഈ ഒരു വിഷയത്തിൽ കഴിഞ്ഞ ദിവസം 30-ാം തീയതി BJPയുടെ തൃശൂർ ജില്ലാ ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള അഡ്വക്കേറ്റ് KR ഹരി ഒരു കേസ് കൊടുത്തിട്ടുണ്ട്. ഈ കേസ് പറഞ്ഞിരിക്കുന്നത് പ്രധാനമായിട്ട് ഈ ക്ഷേത്ര നടയെ അല്ലെങ്കിൽ ക്ഷേത്രവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്രദേശത്ത് മുട്ട ചേർത്തുകൊണ്ടുള്ള ഒരു കേക്ക് മുറിച്ച ഒരു വിഷയത്തിൽ അവിടെ അത് പ്രവേശിക്കാൻ പാടില്ല, അത് ക്ഷേത്രത്തിന്റെ പരിഭാവനതയെ ബാധിക്കുന്ന ഒരു വിഷയമാണ്. അപ്പോൾ അതുകൊണ്ട് അതിൽ നടപടിയെടുക്കണം, ക്ഷേത്രത്തിന്റെ എല്ലാ പരിശുദ്ധിക്കും കളങ്കം വരുത്തുന്ന രീതിയിലുള്ള ഒരു നിലപാട് ഈ ജസ്ന സലീമിന്റെ ഭാഗത്തുണ്ടായി എന്നുള്ളതടക്കം പറഞ്ഞിട്ടാണ് പോലീസിൽ അദ്ദേഹം കേസ് കൊടുത്തിരിക്കുന്നത്. ഇപ്പോൾ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം, കേരളത്തിൽ ഹിന്ദു സമാജവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ക്ഷേത്രങ്ങളിൽ പ്രധാനമായിട്ട് ക്ഷേത്രഭൂമി അടക്കമുള്ള ഒരുപാട് വിഷയങ്ങൾ, ക്ഷേത്രത്തിന്റെ ഭൂമി മറ്റ് അനധികൃതമായിട്ട് ആളുകൾ കൈവശം വെക്കുക, അല്ലെങ്കിൽ ക്ഷേത്രഭൂമി കയ്യേറുക, ഇതുപോലുള്ള പല പല പരിപാടികൾ ദേവസ്വം ബോർഡുമായി ബന്ധപ്പെട്ടുകൊണ്ട് പല ക്ഷേത്രങ്ങളിൽ പല പല പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട്. ക്ഷേത്രങ്ങളിലെ സാധന സാമഗ്രികൾ ലേലത്തിന് വെക്കുക, അങ്ങനെയൊക്കെ ഒരുപാട് സംഭവങ്ങൾ നടക്കുന്നു. ശബരിമല ഇഷ്യൂ വന്നു. അപ്പൊ ഇതിലൊക്കെ പ്രധാനമായിട്ട് കേരളത്തിലെ ഹിന്ദുവിന്റെ ക്ഷേത്ര സംരക്ഷണത്തിന്റെ ശബ്ദമായിട്ട് മാറിയ ഒരു വ്യക്തിയാണ് അഡ്വക്കേറ്റ് കൃഷ്ണരാജ് സാർ. ഹൈക്കോടതി കേന്ദ്രീകരിച്ചാണ് അദ്ദേഹത്തിന്റെ പ്രാക്ടീസ് എല്ലാം നടക്കുന്നത്. അപ്പോൾ ഹൈക്കോടതിയിൽ ഈ പറയുന്ന ജസ്ന സലീമിനെതിരെ ഇപ്പോ കേസ് ഫയൽ ചെയ്തിരിക്കുകയാണ്. ജസ്ന സലീം ക്ഷേത്രത്തിന്റെ അകത്തേക്ക് അല്ലെങ്കിൽ ക്ഷേത്രത്തിന്റെ പ്രദേശങ്ങളിൽ വന്നുകൊണ്ട് ഇതുപോലെ നടത്തുന്ന വിഷയങ്ങൾ ഹിന്ദു സമാജത്തിന് വേദന ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ ഇത് ഒരു കാരണവശാലും ഇനി അനുവദിച്ചു കൂടാ, ഇതിൽ കൃത്യമായിട്ട് ഇവരെ അവിടെ വിലക്കണം എന്നുള്ള രീതിയിലേക്കുള്ള ഒരു പെറ്റീഷനാണ് ഇപ്പോൾ കൊടുത്തിരിക്കുന്നത്. ഇതിൽ 2 സ്വകാര്യ വ്യക്തികളുടെ അഭിപ്രായത്തിന്മേലാണ് അദ്ദേഹം ഇങ്ങനെ ഒരു കേസ് ഫയൽ ചെയ്തിരിക്കുന്നത്. അപ്പോൾ എന്താണെങ്കിലും നമ്മളെല്ലാവരും മനസ്സിലാക്കേണ്ടത്, കേരളത്തിൽ ഹിന്ദു സമാജവുമായി ബന്ധപ്പെടുന്ന ഏത് വിഷയമുണ്ടെങ്കിലും അവിടെ കൃഷ്ണരാജ് എന്ന് പറയുന്ന അഡ്വക്കേറ്റിന്റെ വ്യക്തമായിട്ടുള്ള കൈകൾ വരുന്നുണ്ട്. അവിടെ സമാജം അനുഭവിക്കുന്ന പ്രതിസന്ധിക്ക് പരിഹാരം കാണാൻ തന്നെ കൊണ്ടാവുന്ന ഏത് വിഷയത്തിലാണെങ്കിലും താൻ എത്ര വരെ മറ്റം പോകാനാണെങ്കിലും തയ്യാറാണെന്നുള്ള നിലയിലേക്കാണ് കൃഷ്ണരാജ് സാറിന്റെ ഭാഗത്ത് നിന്ന് വന്നിരിക്കുന്ന ഒരുപാട് വിഷയങ്ങളുള്ള നിലപാടുകൾ. കഴിഞ്ഞ ദിവസം തൊടുപുഴയിലെ ഒരു ഹിന്ദു ക്ഷേത്രം വലിയ തരത്തിൽ മറ്റുള്ള ആളുകൾ കയ്യേറിയിരിക്കുന്നു, അത് ഒരു 1.5 ഏക്കറിൽ കൂടുതൽ ഭൂമി കയ്യേറിയിരിക്കുന്നു എന്നുള്ള ഒരു വാർത്തയൊക്കെ അദ്ദേഹത്തിന്റെ ഫേസ്ബുക്കിൽ ലൈവ് ആയിട്ടിട്ടുണ്ട്. പിന്നെ അങ്ങനെ അനേകമായിട്ടുള്ള വിഷയങ്ങൾ. ഇതിലേറ്റവും പ്രധാനമായിട്ട് ഏത് ക്ഷേത്രവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു ഭൂമിയുടെ ഇടപാട് അല്ലെങ്കിൽ ഭൂമി കയ്യേറിയ വിഷയങ്ങളൊക്കെ ആണെങ്കിൽ പോലും അഡ്വക്കേറ്റ് കൃഷ്ണരാജ് സാർ ചെയ്യുന്ന പ്രധാനപ്പെട്ട ഒരു ഘടകം ആ ക്ഷേത്രത്തിന്റെ അല്ലെങ്കിൽ ആ ക്ഷേത്രത്തിലെ മൂർത്തിയുടെ മുന്നിൽ വന്ന് പ്രാർത്ഥിച്ച് അനുവാദം വാങ്ങിക്കുക എന്നുള്ള ആ ഒരു സങ്കല്പത്തിലാണ് അദ്ദേഹം കേസ് പോലും നടത്താനായിട്ട് തയ്യാറായി മുന്നോട്ട് വരുന്നത്. അപ്പോൾ ഇതെല്ലാം കാണുന്ന സമയത്ത് നമ്മൾക്ക് ഒരു കാര്യം മനസ്സിലാക്കും, ഇതുപോലെയുള്ള വക്കീലന്മാര് ഹിന്ദു സമാജത്തിന്റെ ക്ഷേമത്തിന് അല്ലെങ്കിൽ നിയമപരമായിട്ടുള്ള പോരാട്ടത്തിന് തയ്യാറായി മുന്നോട്ട് വരികയാണെങ്കിൽ വലിയ തരത്തിലുള്ള മാറ്റങ്ങൾ, ഒരുപാട് കാര്യങ്ങളുണ്ടാവും. നിരവധി ക്ഷേത്രങ്ങളടക്കം ഇതുപോലെ പല പല പ്രതിസന്ധികൾ അനുഭവിക്കുന്നുണ്ട്. ഇപ്പൊ ഗുരുവായൂർ ക്ഷേത്രം ഈ ജസ്ന സലീം എന്ന് പറയുന്ന ഒരു മുസ്ലിം സ്ത്രീയുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിരവധി വിവാദ വിഷയങ്ങളിലേക്ക് കാര്യങ്ങൾ പോകുന്നു. ഒരുപാട് പേർ ഇവർക്കെതിരെ സംസാരിക്കുന്നു, ചില ആളുകൾ സപ്പോർട്ട് ചെയ്യുന്നു. എന്താണെങ്കിലും ഒരു കാര്യം വ്യക്തമായിട്ട് മനസ്സിലാകുന്നുണ്ട്, ഈ അടുത്ത കാലത്ത് ആയിട്ട് അവർക്കെതിരെ വലിയ തരത്തിൽ
ഒരു രോക്ഷം ജനങ്ങളിൽ ഇവരെ പിന്തുണച്ച ആളുകളുടെ ഇടയിൽ നിന്ന് തന്നെ ഉണ്ടാകുന്നു എന്നുള്ളതിൽ ഒരു തർക്കവുമില്ല. പല ആളുകളും ഇവരിൽ നിന്ന് ചിത്രങ്ങൾ വാങ്ങിച്ചതടക്കം പിൻവലിക്കുന്നു എന്നുള്ള ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഹിന്ദു സേവാ കേന്ദ്രത്തിന്റെ പ്രവർത്തകനായിട്ടുള്ള ശ്രീരാജ് എന്ന് പറയുന്ന വ്യക്തിയുടെ ഭാഗത്ത് നിന്നൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഈ ശ്രീരാജ് ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടിട്ടുണ്ട്, ഇങ്ങനെ ഇവരിൽ നിന്ന് വാങ്ങിക്കാൻ ഉദ്ദേശിച്ച സംഭവം അത് ക്യാൻസൽ ചെയ്യുന്നു എന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ഒരു പോസ്റ്റ് ഒക്കെ കണ്ടിട്ടുണ്ട്. അപ്പൊ മൊത്തത്തിൽ ഹിന്ദു സമാജത്തിന്റെ ഇടയിൽ ഇവർക്കെതിരെ വലിയ ഒരു വികാരം ഉണ്ടായിരിക്കുകയാണ്, എതിരെയുള്ള ഒരു വികാരം ഉണ്ടായിരിക്കുകയാണ്. അതിലൊരു തർക്കമില്ല. അതുകൊണ്ട് തന്നെയാകണം കഴിഞ്ഞ ദിവസം ഇവർ പറഞ്ഞ ഒരു വീഡിയോയിൽ നമ്മൾ കേട്ടത്, ഹിന്ദുക്കൾക്ക് വിളക്ക് കത്തിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു അവസരം ശ്രീകൃഷ്ണനെ അല്ലെങ്കിൽ കണ്ണന്റെ ചിത്രം വരച്ചുകൊണ്ട് അവർ ഉണ്ടാക്കിയെടുത്തു എന്നാണ് അവർ പറയുന്നത്. അതിനാണ് ഹിന്ദു സമൂഹം അവർക്കെതിരെ തിരിഞ്ഞു വരുന്നതെന്ന്. ഇതിലൊക്കെ എത്രത്തോളം വലിയ രീതിയിൽ കാപട്യമുണ്ടെന്നുള്ള നമ്മൾ ചിന്തിക്കണം. ഇവർക്ക് എന്താണ് ഇവരുടെ നിലപാട് യഥാർത്ഥത്തിൽ ശരിയാണോ? ഇവരുടെ ചിത്രം വരച്ച അല്ലെങ്കിൽ ആ ഒരു ഫോട്ടോ കണ്ടിട്ടാണോ നമ്മുടെ കേരളത്തിലെ ഹിന്ദുക്കളുടെ വീടുകളിലൊക്കെ വിളക്ക് കത്തിച്ചിട്ടുള്ളത്, വിളക്ക് കത്തിച്ചുകൊണ്ടിരിക്കുന്നത്? അപ്പൊ ഇതിനൊക്കെ എത്രത്തോളം വലിയ മേച്ചമായിട്ടുള്ള രീതിയിലുള്ള ഒരു പ്രസ്താവനയാണ്. അപ്പൊ ഇതുകൊണ്ട് തന്നെയാണ് ഹിന്ദു സമാജം ഇവർക്കെതിരെ നിൽക്കുന്നതും ഇവരെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന വാദങ്ങളെ എതിർക്കുന്നതും. ഇവരുടെ ഒരു വീഡിയോയുടെ അടിയിൽ വന്ന് ആരെങ്കിലും ഒരു കമന്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ കമന്റിന് മറുപടി പറയേണ്ടത്, അതിനെ വെല്ലുവിളിക്കേണ്ടത്, ചോദ്യം ചെയ്യേണ്ടത് ഗുരുവായൂർ ക്ഷേത്രനടയിൽ എത്തിക്കൊണ്ടല്ല. അതിന് ക്ഷേത്രനടയിൽ വെച്ച് അവരെ കണ്ടിട്ടുണ്ടെങ്കിൽ അവരെ പുറത്തു വരാൻ വേണ്ടിയിട്ടുള്ള സമയം വരെ കണ്ട് അവർ നിൽക്കണം. അവർക്കെതിരെ എന്തും പറയാം, അവർക്കെതിരെ നിയമ പോരാട്ടം നടത്താമെന്ന് പറയും. പക്ഷെ അതൊക്കെ ക്ഷേത്ര നടയിൽ നിന്ന് മാറി നിന്നിട്ട് വേണം ഇതുപോലുള്ള കാര്യങ്ങൾക്ക് പ്രതികരിക്കാൻ. പക്ഷെ ഭഗവാന്റെ ക്ഷേത്ര നടയിൽ ഇതുപോലെയുള്ള വിഷയങ്ങളൊക്കെ അവിടെ ഒരു വിവാദ സംഭവങ്ങൾ ഉണ്ടാക്കുന്നു, ജനങ്ങൾ കൂടുന്നു, ഭക്തജനങ്ങൾക്ക് അസ്വസ്ഥത ഉണ്ടാവുന്ന കാര്യങ്ങൾ ഉണ്ടാവുന്നു. ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്ന സമയത്ത് സ്വാഭാവികമായിട്ട് ഭക്തജന സമൂഹം ഇവർക്കെതിരെ നിൽക്കും, ഹിന്ദു സമൂഹം എതിരെ നിൽക്കും എന്നുള്ള തർക്കമില്ല. അതുകൊണ്ട് തന്നെയാണ് അഡ്വക്കേറ്റ് കൃഷ്ണരാജ് സാർ അടക്കമുള്ള ആളുകൾ പരസ്യമായിട്ട് ഇവർക്കെതിരെ ഒരു നിയമ പോരാട്ടത്തിന് ബഹുമാനപ്പെട്ട ഹൈക്കോടതിക്ക് മുമ്പാകെ പെറ്റീഷൻ കൊടുത്തിരിക്കുന്നത്. അപ്പൊ മൊത്തത്തിൽ കാര്യങ്ങൾ ഈ പറയുന്ന ജസ്ന സലീമിന് എതിരാവുകയാണ് എന്നുള്ളതിൽ തർക്കമില്ല. അപ്പൊ ഇത് എത്രത്തോളം വലിയ രീതിയിൽ എത്തിക്കാൻ വേണ്ടി ഇവർ പ്രയത്നിച്ചോ അതിന്റെ യഥാർത്ഥ കർമ്മഫലം ഇനി അവർ അനുഭവിക്കാൻ പോകുന്നതേ ഉള്ളൂ എന്നുള്ള തർക്കമില്ല. ഇനി ഗുരുവായൂർ ക്ഷേത്രത്തിലെ ഒരു ക്ഷേത്രം അങ്ങോട്ട് വരുന്നില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടൊക്കെ ഒരു വീഡിയോ ഒക്കെ കാണാനിടയായിട്ടുണ്ട്. അതൊക്കെ എത്രത്തോളം യാഥാർത്ഥ്യമാണ്? ഇത് ഇവിടെ ആര് വരുന്നു വരണ്ട എന്നുള്ളതൊന്നും അല്ല ഹിന്ദു സമാജത്തെ സംബന്ധിച്ചുള്ള പ്രശ്നം. ആര് വന്നാലും ക്ഷേത്രത്തിന്റെ പരിപാവനതയെ സംരക്ഷിക്കുന്ന തരത്തിൽ, അതിനെ ബഹുമാനിക്കുന്ന തരത്തിലേക്കുള്ള കാര്യങ്ങൾ മാത്രമായിരിക്കണം. അവിടെ എന്തെങ്കിലും ഒരു ഇഷ്യൂ ഉണ്ടാക്കുന്ന തരത്തിലേക്ക് ആരെത്തിക്കഴിഞ്ഞാലും അവിടെ അത് വലിയ പ്രശ്നമുണ്ടാകും. അത് സമാജം ചർച്ച ചെയ്യും, പ്രതികരിക്കും, പ്രതിരോധിക്കും. ശബരിമല വിഷയങ്ങളടക്കം എത്രത്തോളം വലിയ രീതിയിൽ ക്ഷേത്ര ആചാരത്തെ നശിപ്പിക്കാൻ വേണ്ടി ഇവിടെ ആരൊക്കെ ശ്രമിച്ചിട്ടുണ്ട് എന്നുള്ളത് നമ്മൾക്കറിയാം. ഇന്ന് അവരുടെയൊക്കെ സ്ഥിതി വളരെ മോശമാണ്. കാരണം ഹിന്ദു സമാജം ഈ കേരളത്തിൽ എതിരായപ്പോൾ അവരുടെ ജീവിതത്തെ പോലും അത് വലിയ രീതിയിൽ ബാധിച്ചു എന്നുള്ള തർക്കമില്ല. അപ്പോൾ എത്രത്തോളം വലിയ രീതിയിൽ സമാജത്തെ നശിപ്പിക്കാനായിട്ട് അല്ലെങ്കിൽ സമാജത്തിന്റെ ഒരു ആചാരാനുഷ്ഠാനങ്ങൾ അത് എതിർക്കപ്പെടുന്ന രീതിയിലേക്ക് പൂർണ്ണമായിട്ട് ഏതെങ്കിലും വ്യക്തിയുടെ ഭാഗത്തു നിന്ന് ഒരു പ്രതികരണം ഉണ്ടായാൽ അതിനെ കൃത്യമായിട്ട് സമാജം എതിർക്കും. സമാജം അത് സുരക്ഷിതമായിട്ട് ഇവിടുത്തെ ക്ഷേത്രങ്ങളുടെ പരിപാലനതയും അല്ലെങ്കിൽ ക്ഷേത്രങ്ങളും കൃത്യമായിട്ട് മുന്നോട്ട് പോവുക എന്നുള്ള നയം മാത്രമേ ഹിന്ദുവിനുള്ളൂ. ആരോടും പ്രത്യേകിച്ചൊരു എതിർപ്പില്ല. പക്ഷെ സമാജത്തിന്റെ ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകങ്ങളെ നശിപ്പിക്കുന്ന രീതിയിലുള്ള നിലപാട് ആരുടെ ഭാഗത്തുണ്ടായി കഴിഞ്ഞാലും അതിനെതിരെ പ്രതികരിക്കുക എന്നുള്ളത് സ്വാഭാവികമായിട്ട് ഹിന്ദുവിന്റെ വർഷങ്ങളായിട്ടുള്ള ഒരു കാഴ്ചപ്പാട് തന്നെയാണ്. അതിലൊരു മാറ്റവും ഉണ്ടായില്ല. എങ്ങനെയാണെങ്കിലും അഡ്വക്കേറ്റ് കൃഷ്ണരാജ് സാറിന്റെ നിലപാട് സ്വാഗതാർഹമാണെന്നുള്ളതിൽ യാതൊരു തർക്കമില്ല. വന്ദേ മാതരം.